ഒരു കയ്യിലെ ബോട്ട് കുഴപ്പമില്ല, മറ്റേ കയ്യിൽ എന്താണ് എന്നുള്ളതാണ്. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇക്കോട്ടാ. കൈ കുറെ മേലെ പിടിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ എക്സസൈസ് ചെയ്യാണോ? ഒരു ചെറിയ ഫെറി എടുത്തിട്ട് അയാള് ചെയ്ത് കൂട്ടുന്ന പരിപാടികളാണ്. നമ്മുടെ ബാഹുബലിന്റെ ഒക്കെ അവസ്ഥയില് ഒരു കയ്യില് ബോട്ട്, മറ്റേ കയ്യില് ഫിഷിംഗ്. This is what we call a versatile genius, doing both the jobs together, and I'm just collecting all those videos. അപ്പോൾ നമ്മൾ finally we have completed first expedition fishing. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു, പഠിച്ചോനെ ഒരു മീനും കുടുങ്ങരുത് എന്ന്. പക്ഷെ നമ്മൾ ആ പ്രോസസ്സ് ചെയ്തു എന്നുള്ളതാണ്. നീഡിൽ ഫിഷിന് വേണ്ടി ഏകദേശം ഒരു 3/4 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തു അല്ലേ? ഇതിങ്ങനെ പട്ടം കറക്കിയിട്ടാ. പാവാടാ. ഇതാണ് നീഡിൽ ഫിഷ്. എടാ പാവാടാ. പാവാണ്. കഴിഞ്ഞടാ, കിട്ടി. ഒന്നുള്ളൂ, നീണ്ടാ അതിന്റെ നോക്കട്ടെ. എന്നിട്ട് ഇതൊരു ഫൈബറാണ്, കെല്ലോൺ എന്ന് പറയും മെറ്റീരിയൽ. അപ്പോൾ ഇതിന്റെ നീഡിൽ ഫിഷ് ആണ്. അതിന്റെ നീഡിൽ ഫുൾ ടീത്ത് ആണ്. ടീത്തിൽ ഇത് കുടുങ്ങിയാൽ ഒരിക്കലും ചുണ്ടിൽ നിന്ന് മിസ്സായി പോകുന്നില്ല. ഇതാണ് നമുക്ക് കിട്ടിയ നീഡിൽ ഫിഷ്. സാധനം പൊളി കിട്ടും. നീഡിലാണ് വില്ലൻ. അതിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചത് ഈ ഒരു സുനാപ്പി പാഹയൻ. നമ്മളെല്ലാവരും പറയുന്ന പോലെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഇറങ്ങിയതേ ആവാം. ഇവിടെ വിടുക കുഞ്ചൻ. ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചെന്നെ വിടൂലെന്ന്. വിടറാലിയേ ഇത് കടലിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ്. ആ പ്ലീസ്. പക്ഷേ ഞാൻ തരാം. വിടറാ അല്ലെ വിടറാ. 2000 ഞാൻ തരാം. ആ വിടറാ അല്ലെ പാവടാ. കേട് അവനെ കഴിക്കാനല്ലേ? ഗാന്ധി അല്ല, പാവാണ്. കുറെ കുടുംബങ്ങൾക്ക് വേണ്ടിട്ട്, മക്കൾക്ക് വേണ്ടിട്ട് ഫുഡ് തേടാൻ ഇറങ്ങിയവനാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, ഫിഷിങ് ഞാൻ സപ്പോർട്ടല്ല, എനിക്കിഷ്ടമല്ല. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് വീവ് ഗോട്ട് ഇറ്റ്. നീഡിൽ ഫിഷ് എന്ന് പറയും. ഇന്ന് ഇപ്പം വലയിൽ കുരുങ്ങിയതാണ്. വലയല്ല, ഈ ഒരു നീഡിലിതാ, നീഡിൽ മാത്രം ഇട്ട് അങ്ങനെ പോയി. ചൂണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ ഊളേ ഇതിന് ഇതിനാ ഈ വലക്കെന്താ പറയാ ഈ നെറ്റിന്? ഊളനെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ പാവം. ഇതിന്റെ ഈ നീഡിലിതാ പല്ലിന്റെ അത് ഈ നെറ്റിൽ കുടുങ്ങാണ്. വൺസ് ഇറ്റ്സ് ഇൻ, പിന്നെ അതിന് പുറത്ത് പോകാൻ പറ്റില്ല എന്നാ പറയണേ. ഇതാണ് സാധനം. പാവാണ്, പക്ഷേ എന്താ ചെയ്യാ? It's a means of life for these people.
അപ്പോൾ he's taking rest there.